ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളൊരു പുതിയ വണ്ടി പരിചയപ്പെടുത്താൻ കൊണ്ടുവന്നേക്കുവാണ്. ഇത് എൻഡോർക്കിന് തന്നെ ഒരു 150cc ഉള്ളൊരു വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പോൾ ഈ ബൈക്ക് വരുന്നത് നമുക്ക് ഒരു 149.7cc ഒരു എഞ്ചിനാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇത് ബാക്കിലെ ബ്രേക്ക് എന്ന് പറയുമ്പോഴത്തേന് നമുക്ക് ഡ്രം ബ്രേക്കാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പവർ എന്ന് പറയുമ്പോഴത്തേനും 13.2 PS പവറും അത് 7000 RPMലാണ് ആ പവർ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇതിലൊരു അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളൊരു ബ്രേക്കിൻ്റെ ലിവറും കാര്യങ്ങളൊക്കെ വന്ന് പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേയിലോട്ട് വരുവാണെങ്കിൽ ഇത് ഒരു ബേസ് വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് TFT ഡിസ്പ്ലേയും കാര്യങ്ങളൊന്നും അല്ല വരുന്നത്. അതുപോലെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഇതിനകത്ത് പെട്രോളിൻ്റെ അതുപോലെ തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഡിസ്പ്ലേ കാണാം. അതുപോലെ തന്നെ ബാക്കിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് ടെയിൽ ലൈറ്റിന് വ്യത്യാസവും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലോട്ട് വരുവാണെങ്കിൽ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ തന്നെ നമുക്കൊരു മൾട്ടി പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ആണ് വരുന്നത്. അത്യാവശ്യം ലുക്ക് കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വണ്ടിക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ രാത്രി നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം വിസിബിലിറ്റിയും കാര്യങ്ങളും എല്ലാം ഈ ലൈറ്റിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടും. പിന്നെ ഇതിൻ്റെ ടെയിൽ ലൈറ്റ് വരുമ്പോൾ തന്നെ LED ടെയിൽ ലൈറ്റാണ് വരുന്നത്. പഴയ മോഡൽ വെച്ച് നോക്കുമ്പോൾ തന്നെ നല്ല ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഈ ലൈറ്റിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീലിൻ്റെ സെക്ഷനിലോട്ട് വരുവാണെങ്കിൽ തന്നെ ഇതൊരു 12 ഇഞ്ച് അലോയ് വീൽസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതുപോലെ തന്നെ ടയർ വരുമ്പോൾ തന്നെ 100/18 ആ ഒരു റേഞ്ചിലാണ് ടയർ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിൻ്റെ ബാക്കിലെ വീല് വരുന്നത് 110/80 അപ്പോൾ ഇതിൻ്റെ പഴയ മോഡൽ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പഴയ മോഡലിന് ഇച്ചിരി കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം പുതിയ വേരിയൻറ്റിലേക്ക് വന്നപ്പോഴത്തേന് നമുക്ക് ഇപ്പം കുറച്ച് നാളും കൂടെ ഉപയോഗിച്ച് നോക്കിയിട്ട് ഞാൻ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ കാര്യങ്ങളൊക്കെ പറയാം. കാരണം വെച്ചാൽ പഴയ മോഡൽ വെച്ച് കമ്പാരിസൺ ചെയ്തിട്ടൊരു വീഡിയോ ഞാൻ പറയാം. പക്ഷേ പഴയ മോഡൽ എന്ന് പറയുമ്പോൾ നമുക്കൊരു 125cc കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പക്ഷേ പുതിയ മോഡലിലോട്ട് വരുമ്പോഴത്തേനും നമുക്കൊരു 150cc വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഡിഫറൻസും കാര്യങ്ങളും ഉണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ എക്സോസ്റ്റിൻ്റെ സൗണ്ട് ഒന്ന് കേട്ട് നോക്കാവേ. ഇതിൻ്റെ എക്സോസ്റ്റിൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴത്തേന് നമുക്ക് പഴയ മോഡൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പഴയ വെച്ച് നോക്കുമ്പോഴത്തേന് എനിക്ക് പഴയതിനാണ് ഇച്ചിരി സൗണ്ട് തോന്നിയത്. ഇച്ചിരൂടെ ഇത് കുറച്ചുകൂടെ ഒരു ലീനിയർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ എൻ്റെ തോന്നലാണോ എന്നറിയത്തില്ല. പിന്നെ വരുന്ന ഈ ഒരു ലിവറിൻ്റെ അവിടെ വരുന്ന വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള. പിന്നെ ഈ സ്മാർട്ട് കണക്റ്റ് എന്ന് പറയുമ്പോഴത്തേന് പഴയതിനും വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓടിക്കുന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ കുറച്ചാൾ ഉപയോഗിച്ചതിന് ശേഷം ഞാൻ ഈ രണ്ട് വണ്ടിയുടെ ഒരു കമ്പാരിസൺ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.